കഥ പാതി വഴിയിൽ ഭാഗം 17. അവതരണം ഷെറിൻ നൗഷ. ആദ്യമായി അലക്സി പൂജയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അവൻ ഒരിക്കൽ പോലും അവളോട് ദേഷ്യപ്പെട്ടിരുന്നില്ല. അവൾ ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. പൂജ കരയുന്നത് കണ്ടുകൊണ്ട് അലക്സി പുറത്തേക്ക് നടന്നു. പാവം പൂജ. അവളോട് ദേഷ്യപ്പെടേണ്ടി വന്നതിന് അവന് ഖേദം തോന്നി. പക്ഷേ അവൾ ഈയിടെയായി തന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവൻ ഇരുട്ടിലേക്ക് നോക്കി വെറുതെ ഇരുന്നു. ആ സമയത്താണ് ഒരു കുളിർ കാറ്റ് പോലെ അവൻ്റെ ഫോണിലേക്ക് അഭിരാമിയുടെ കോള് വന്നത്. അലക്സി, താൻ കിടന്നോ? അവളുടെ തേൻ കിനിയുന്ന ശബ്ദം അവൻ്റെ കാതിൽ വന്നലച്ചു. ഇല്ല അഭിരാമി, ഞാൻ കിടന്നിട്ടില്ല. ഇപ്പം ഞാൻ വീട്ടിലല്ല ഉള്ളത്, പുറത്താണ്. എനിക്കെന്തോ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അവൻ സത്യം അവളോട് പറഞ്ഞു. എനിക്കറിയാം അലക്സി, താൻ എന്നെ ഓർത്തിരിക്കുകയായിരിക്കും. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളില്ലേ, ഞാനും കാണുന്നുണ്ട്. അവൾ പ്രയാസപ്പെട്ട് കിടന്ന അലക്സിയുടെ മനസ്സ് ഏറെ നേരം സംസാരിച്ച് സമാധാനത്തിലാക്കി. അലക്സി കോൾ കട്ട് ചെയ്തു. അവൻ്റെ മനസ്സിന് ഏറെ ആശ്വാസം തോന്നി. അഭിരാമി, ഇവളാണ് തൻ്റെ യഥാർത്ഥ പ്രണയിനി, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അഭി, നിന്റെ കാമുകൻ്റെ സ്ഥിതി ഇപ്പോൾ എന്താണ്? മഹേഷ് അവളുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. എൻ്റെ കാമുകൻ ഇപ്പോൾ പ്രണയ പരവശനായി എനിക്ക് വേണ്ടി ജീവിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവനിപ്പോൾ വീട്ടിൽ കൊണ്ട് ചെന്നാക്കിയ പൂജയെപ്പോലും മറന്നുവെന്ന്. അഭിരാമി ചിരിച്ചുകൊണ്ട് മഹേഷിനെ നോക്കി. പൂജയുടെ പേര് കേട്ടതും മഹേഷിൻ്റെ മുഖം വാടി. അവനൊന്നും മിണ്ടാതെ പുറത്തേക്ക് മിഴിയും നട്ടിരുന്നു. മഹി, തനിക്ക് വിഷമായോ? സാരില്ലടാ, ഞാൻ ഒരു തമാശയ്ക്ക് പറഞ്ഞതാ. അവൾ അവനോട് സോറി പറഞ്ഞു. ഇല്ല അഭിരാമി, എനിക്കിപ്പോൾ പൂജയെക്കുറിച്ചോർത്ത് ഒരു വിഷമവും ഇല്ല. ഒരിക്കൽ ഞാൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. പക്ഷേ അതവൾ മനസ്സിലാക്കിയില്ല. അവളുടെ വയറ്റിലുള്ളത് എൻ്റെ കുഞ്ഞല്ലെന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോഴാണ് ജീവിതത്തിൽ ഞാൻ തകർന്നു പോയത്. എൻ്റെ കൂടെ ജീവിച്ചപ്പോഴും അവൾ അവനുമായി ബന്ധം പുലർത്തിയിരുന്നു. ദയയുടെ ഒരംശം പോലും അവൾ എന്നോട് കാണിച്ചില്ല. എനിക്കിപ്പോൾ അവളെക്കുറിച്ചോർത്ത് ഒരു ടെൻഷനും ഇല്ല അബി. അവൻ്റെ കണ്ണുകൾ നിറയുന്നതും അവൻ ആരും കാണാതെ അത് തുടയ്ക്കുന്നതും വിഷ്ണു കണ്ടു. മഹി, താൻ സമാധാനമായിട്ടിരിക്കെ, തനിക്ക് നല്ലതേ വരൂ. എനിക്ക് ആരുമില്ലായിരുന്നു. ജീവിതത്തിൽ ഞാൻ തോറ്റുപോയെന്ന് കരുതിയ നിമിഷത്തിൽ എനിക്ക് ധൈര്യം തന്നത്, എന്നെ ഇവിടെ എത്തിച്ചതും എല്ലാം നീയാണ്. ആ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ല. അഭിരാമി അവളുടെ മുറിയിലേക്ക് കയറിപ്പോയി. അവളെയും നോക്കി മഹേഷ് അവിടെ തന്നെ കുറച്ച് സമയം കൂടി നിന്നു. വിഷ്ണു മഹേഷിൻ്റെ അടുത്തേക്ക് കയറി വന്നു. മഹി, താൻ എന്താ ഓർക്കുന്നത്? വിഷ്ണു അവൻ്റെ അരികിലിരുന്നു. ഒന്നുമില്ല വിഷ്ണു, ഞാൻ അഭിയുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. അവൻ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി. മഹി, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യം പറയോ? വിഷ്ണുവിൻ്റെ മുഖവുര കേട്ടപ്പോൾ അവൻ എന്തോ പ്രശ്നം പിടിച്ച കാര്യമാണ് ചോദിക്കാനുള്ളതെന്ന് മഹേഷിന് മനസ്സിലായിരുന്നു. മഹി, നിനക്ക് പൂജയോടും അലക്സിയോടുമുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി മാത്രമാണോ നീ അഭിരാമിയെ സഹായിക്കുന്നത്? വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ട മഹേഷ് ഒന്ന് ചിരിച്ചു. എന്തു പറ്റി വിഷ്ണു? ഇപ്പോഴെന്താ തനിക്കൊരു സംശയം തോന്നാൻ? വിഷ്ണു അല്പം കൂടി മഹേഷിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. നിനക്ക് അലക്സിയോടുള്ള ദേഷ്യത്തിൻ്റെ കാരണം ശരിക്കും എന്താ? പൂജയെ നിന്നിൽ നിന്നും തട്ടിയെടുത്തതാണോ അതോ അഭിരാമിയെ അവൻ ഉപദ്രവിച്ചതാണോ? വിഷ്ണുവിൻ്റെ ഈ ചോദ്യം മഹേഷിനെ ആശയക്കുഴപ്പത്തിലാക്കി. താൻ എന്തൊക്കെയായി ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വിഷ്ണു അവൻ്റെ ഷർട്ടിൽ പിടിച്ചു. എൻ്റെ മഹി, നീ ഇപ്പോൾ അഭിരാമിയെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് പൂജയേക്കാൾ പ്രിയപ്പെട്ടതായി അഭിരാമിയെ തോന്നുന്നുണ്ടോ? മഹേഷ് ആകെ വല്ലാതായി. അവൻ ഉമിനീരിറക്കി. വിഷ്ണു തൻ്റെ മനസ്സിലുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മഹി, നിൻ്റെ അവളോടുള്ള പെരുമാറ്റത്തിൽ പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. സത്യം പറ, അങ്ങനെ ഒരിഷ്ടം നിനക്ക് അവളോട് തോന്നുന്നുണ്ടോ? വിഷ്ണു വീണ്ടും ചോദിച്ചു. വിഷ്ണു പ്ലീസ്, താൻ പതിയെ പറ. തൊട്ടപ്പുറത്തെ മുറിയിൽ അഭിയുണ്ട്. അവളിത് കേട്ടാൽ ശരിയാവില്ല. മഹേഷ് അവളുടെ റൂമിൻ്റെ വാതിൽക്കലേക്ക് എത്തി നോക്കി. വിഷ്ണു, നീ പറഞ്ഞതെല്ലാം സത്യമാണ്. നീ പറഞ്ഞതുപോലെ ആ സ്നേഹം ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടുണ്ടായതല്ല. ഞാൻ പൂജയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അഭിരാമിയെ സ്നേഹിക്കുന്നു.
അവളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അഭിരാമിയെ എനിക്കിഷ്ടമായിരുന്നു. അഭിയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. മഹേഷ് വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വിഷ്ണു, നീ പറഞ്ഞതും മനസ്സിലാക്കിയതുമെല്ലാം സത്യമാണ്. അഭിരാമിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവൻ പറഞ്ഞത് ആത്മാർത്ഥതയോടെ തന്നെയാണെന്ന് വിഷ്ണുവിന് മനസ്സിലായി. മഹി, നീ ഇതോർത്തൊട്ടും ടെൻഷനാവാൻ നിൽക്കണ്ട. എല്ലാം നല്ല നിലയിൽ തന്നെ നടക്കും. നീ ആദ്യം പൂജയ്ക്ക് ഡിവോഴ്സ് നൽകണം. അവൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയല്ലേ. നിന്നെ വേണ്ടാതെ ഇട്ടിട്ട് പോയ പൂജയെ നിനക്കും വേണ്ട. അലക്സിയെ ഒരു പാഠം പഠിപ്പിച്ച ശേഷം നിനക്ക് അഭിരാമിയെ സ്വന്തമാക്കാം. വിഷ്ണു അവൻ്റെ തോളിൽ തട്ടി അവനെ സമാധാനിപ്പിച്ചു. തൻ്റെ റൂമിൻ്റെ വാതിൽക്കൽ മറവിൽ എല്ലാം കേട്ടുകൊണ്ട് അഭിരാമി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർപ്പ് പാഞ്ഞുപോയി. മഹിക്ക് തന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. ആ ഇഷ്ടം അവൻ്റെ മനസ്സിനുള്ളിൽ ഇപ്പോഴും ഉണ്ടെന്നോ? അവളൊരു നടുക്കത്തോടെ തൻ്റെ കട്ടിലിലേക്ക് ചെന്നിരുന്നു. അലക്സി ഓഫീസ് ടൈം ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവന് അഭിരാമിയെ കാണാൻ വല്ലാത്ത ആഗ്രഹം തോന്നി. എന്താണ് അലക്സി, താൻ എന്താ പകൽ സമയത്തിരുന്ന് സ്വപ്നം കാണുകയാണോ? ഭരതൻ അവനെ കളിയാക്കിക്കൊണ്ട് അടുത്തേക്ക് വന്നു. ഒന്നുമില്ല ഭരത, ഞാൻ അഭിരാമി വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഓഫീസിൻ്റെ അകത്തേക്ക് കയറി. എന്താടാ, നീ അവളെ ഒന്ന് ട്യൂൺ ചെയ്ത മട്ടുണ്ടല്ലോ. ഭരതൻ അവൻ്റെ പിന്നാലെ തന്നെ കയറി വന്നു. അലക്സി ഭരതൻ്റെ നേരെ തിരിഞ്ഞു നിന്നു. ഇല്ലടാ, ഒരിക്കലും അവൾ അങ്ങനെ ഒരു പെണ്ണല്ല. നിനക്കറിയോ, ഞാൻ താരയെ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. വിവാഹത്തിന് മുമ്പ് തന്നെ ഞാൻ അവളെ സ്വന്തമാക്കി. അവൾ ഒരിക്കൽ പോലും എതിർത്ത് സംസാരിച്ചിട്ടില്ല. ഞാൻ പൂജയെ സ്നേഹിച്ചു. അവൾ മറ്റൊരുത്തൻ്റെ ഭാര്യയായിക്കൊണ്ടിരിക്കെ തന്നെ ഞാൻ അവളെ സ്വന്തമാക്കി. അവൾക്കും പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. പല സ്ത്രീകളെയും ഞാൻ എൻ്റെ വരുതിയിലാക്കിയിട്ടുണ്ട്. അവരെല്ലാം ആണൊന്ന് ചിരിച്ചു കാണിച്ചാൽ എന്തു ചെയ്യാൻ തയ്യാറാവുന്നവരായിരുന്നു. അതല്ലെങ്കിൽ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവർ. എന്നാൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി ഞാനൊരു പെണ്ണിനെ കണ്ടത് ആദ്യമായിട്ടാണ്. അവളാണ് അഭിരാമി. അവളുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക കാന്തിക ശക്തിയുണ്ട്. അവളുടെ മനസ്സിൽ കളങ്കമില്ലാത്ത സ്നേഹമുണ്ട്. അലക്സി വാ തോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഭരതൻ അവൻ പറയുന്നത് കേട്ട് ആകെ അമ്പരന്നു പോയി. തനിക്ക് എന്താണ് അലക്സി, തലയ്ക്ക് വല്ല പ്രശ്നവും സംഭവിച്ചോ? ഭരതൻ കൺഫ്യൂഷനോടെ അവനെ നോക്കി നിന്നു. അതേടാ, പ്രണയം ഭ്രാന്താണെങ്കിൽ എനിക്ക് ഭ്രാന്താണ്, മുഴുത്ത ഭ്രാന്ത്. അലക്സി ചിരിച്ചുകൊണ്ട് അവൻ്റെ ഓഫീസിനകത്തേക്ക് കയറിപ്പോയി. ഏറെ നേരം അവൻ അഭിരാമിയെ കാത്തിരുന്നു. എന്നാൽ നേരം ഉച്ചയോടടുത്തിട്ടും അവൾ ഓഫീസിലേക്ക് വന്നില്ല. പാതി വഴിയിൽ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു.